ഹലോ, അപ്പോൾ ഞങ്ങളൊരു വീക്കെൻഡിന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് അധികം മാറിയിട്ട് ഒരു 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 അടിപൊളി സ്പോട്ടിലാണ് ഉള്ളത്. ടോബർമൂരി എന്ന് പറഞ്ഞില്ല, കാനഡയിൽ വരുന്ന അല്ലെങ്കിൽ കാനഡയിൽ സമ്മർ ആഘോഷിക്കുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു സ്പോട്ട് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു 2 days ഒരു നൈറ്റാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഇന്നും പിന്നെ നാളെയും കൂടിയാണ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യണത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ബാക്കിയുള്ള വീഡിയോയിൽ കാണാം. എനിവേ, അപ്പോൾ ഞങ്ങൾ ക്യാമ്പ് ചെയ്യുന്ന ആ ഒരു സ്പോട്ടാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. നമ്മൾ ടെൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കുന്നത്. യാസിനെ എല്ലാവരും അവിടെ ഒരു ഹായ് പറയാം. നമ്മളെ വീഡിയോക്ക് ഒരു ഹായ് പറഞ്ഞ എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ ടെൻ്റ് അടിച്ച് തുടങ്ങിയിരിക്കുന്നത്. ടെൻ്റ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് അപ്പുറത്ത് കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഓക്കെ, നമ്മളെ ടെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് കുറേ പച്ച മുന്തിരി വള്ളികൾ ഇങ്ങനെ കാണാം കേട്ടോ. നല്ല രസമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെയാണ് നമ്മൾ ടെൻറ്റ് കെട്ടിയിട്ടുള്ളത്. പരിപാടികൾ ഇങ്ങനെ പറഞ്ഞ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അടുത്ത പ്ലാനുകളൊക്കെ ഉള്ളതെന്ന് ഓൾറെഡി പറഞ്ഞു. നമ്മളെ ക്യാമ്പിംഗ് സ്പോട്ടിൽ ഒരുപാട് ആൾക്കാർ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്യാമ്പിംഗ് സ്പോട്ടിൽ ഇവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ കാണാൻ പറ്റും നമുക്ക് കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ സ്വിമ്മിങ് ആയിട്ടും കയാക്കിംഗ് ആയിട്ടും പിന്നെ അതേപോലെ ഒരുപാട് ഗെയിംസിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കുറേ ചെറിയ കുട്ടികളും ഫാമിലിയാണ് കൂടുതലും ഫാമിലിയാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ. ഇവിടെ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്ന ആൾക്കാർ ചെറിയൊരു കോമ്പറ്റീഷൻ എന്തോ നടന്ന പോലെ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഇപ്പോൾ ചെറിയ കുട്ടികൾ ഉണ്ടാക്കി വെച്ചാന്ന് തോന്നുന്നുണ്ട്. നൈസായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഇത് കണ്ടോ, നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ എന്തോ നടന്നിട്ടുണ്ട്. നൈസായിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ. അത് ഉണ്ടാക്കി കഴിഞ്ഞു. അവിടെ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾ. ഇതുണ്ടോ ചില്ല് ചെയ്യുന്നത്. യാസറിത്ത് എന്താ സംഭവം? എനിക്ക് കണ്ടിട്ട് എന്താ തോന്നണേ? വലിയൊരു അർത്ഥമാണല്ലേ? കോട്ടയാണ് തോന്നുന്നുണ്ട്. കോട്ട എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. ഇതിവിടെ ഒരു ഗെയിം കളിക്കാം കേട്ടോ. ഒരു കോമ്പറ്റീഷൻ തന്നെയാണ്. പല കുട്ടികൾക്കായിട്ടുള്ള കോമ്പറ്റീഷൻ നമ്മൾ വേറെ കണ്ടോ അവിടെ. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഇവിടെ ഇപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ എറിഞ്ഞിട്ട് ഇത് നേരെ ഇതുണ്ടോ അതിൽ കുടുങ്ങി നിൽക്കണം. അങ്ങനെയാണ് ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്. ആരതോ കുടുങ്ങിയിട്ടുണ്ട്. അതെ, ഇതാണ് ഇവിടെ പരിപാടി. തിരിച്ചങ്ങോട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ടുള്ള ട്രെക്കിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട്ട് പോവാണ്. ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് ആണ്. ലെൻസ് ഹെഡ് എന്നാണ് ഇങ്ങോട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രെക്ക് ചെയ്യാണ്. എത്ര കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം യാത്ര? ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവും എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു കിടിലം വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നു. നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ലെറ്റ്സ് ഗോ. താങ്ക് യു. ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള മാപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടുന്ന് ഏകദേശം ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 6 കിലോമീറ്ററാണ് ടോട്ടല് നമുക്ക് ട്രെക്ക് ചെയ്ത് കയറാനുള്ളത്. എന്താ അവസ്ഥ? ടയർഡായോ? ചെക്കൻ നടന്നിട്ട് എത്തണില്ലേ? അപ്പം സെറ്റ്. പിന്നെ അല്ലേ ഡാൻസ് ഹെഡ് കുട്ടിമല. ഇവിടെ എന്താ സംഭവം നമുക്ക് നോക്കാം. ഇവിടെ എന്തോ ഒരു ഗുഹ ഉണ്ട്. എന്താ സംഭവം എന്നറിയില്ല. എടാ ഇത് അടിപൊളി. ഞാൻ വരുന്നുണ്ട്.
അങ്ങനെ നമ്മൾ നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്, ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ടോപ്പിലെത്തി. എടാ എന്താ അവസ്ഥ? എല്ലാരും സ്പോട്ടിലെത്തിയിട്ട് സന്തോഷാണ്. എടാ 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 എങ്ങനെയുണ്ട് ട്രെക്കിങ്? എങ്ങനെയുണ്ട്? മുതലായില്ലേ ചിപ്പി? ചിപ്പി എന്താണ് എന്താണ് എന്താ പരിപാടി? കുറച്ചൊക്കെ പേടിക്കണം, പക്ഷെ എന്നാലും ഇവിടെ നിന്നിട്ട് ഈ ഒരു വ്യൂ കാണുമ്പോൾ ഉണ്ടല്ലോ അതൊരു അടിപൊളി ഫീലാണ് കേട്ടോ. ഇത്രയും ട്രെക്ക് ചെയ്ത് വന്നിട്ടൊക്കെ അടിപൊളി വൈബ്. ഷിനാനെ എന്താ അവസ്ഥ? ചിപ്പിത കുറെ നേരം ഇവിടെ ഇരുന്നിട്ട് അടിപൊളി. നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്താണ്ട് നിൽക്കുന്ന സമയത്ത് ലയൺ ഹെഡിൻ്റെ കറക്റ്റ് രീതിയിലുള്ള ഒരു കിടിലൻ സ്പോട്ട് മേലെയാണെന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്തു, അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പോയി ഇങ്ങോട്ടേക്കാണ്. കുറച്ച് സമയമായി നടക്കണേ, എത്തിയിട്ടില്ല. എന്തായാലും അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ എന്നുള്ളത് ഞാൻ എന്തായാലും കാണിക്കട്ടോ. ഓക്കെ അഖിലേ നമ്മളെത്തിയടാ, എത്തി നമ്മളെത്തി. സെറ്റ് അവരൊച്ച കേൾക്കണ്ടേ? ഇവിടെ ഇതാണ് ലയൺസ് ഹെഡ് ലുക്ക് ഔട്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഭാഗത്തെ ഇനിയിപ്പോൾ നേരത്തെ എത്തിയിട്ടുണ്ട് ഇനി. അപ്പോൾ ഇനി മേജർ പാർട്ട് അല്ലേ? ഓക്കെ, മേജർ പാർട്ട് എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ മോനെ സെറ്റ്. അപ്പോൾ ഇതാണ് മേജർ പാർട്ട് അല്ലേ? അല്ല അങ്ങനെ നമ്മളെ ടെൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ക്യാമ്പ് ഫയർ, ചെറുതായിട്ടൊരു ക്യാമ്പ് ഫയർ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് രാത്രിയിലേക്കുള്ള ഫുഡ് നമ്മൾ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അവസ്ഥ? സെറ്റല്ലേ? വെയിറ്റിംഗ് ആണല്ലേ? ഉഷാറാണല്ലേ? അഖിലേ എന്താ അവസ്ഥ? സെറ്റപ്പ്. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് വേണം ഇനി ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് വേണം ഇന്നത്തെ പരിപാടികളൊക്കെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും നാളെ രാവിലെ നമ്മൾ അടുത്ത സ്പോട്ടുകളുമായിട്ട്. എന്താ അവസ്ഥ? വെയിറ്റിംഗ് ആണല്ലേ? ഓക്കെ, അപ്പൊ സെറ്റ്. ലൈറ്റ് ബോയ് ആയിട്ട് ഇരിക്കണ്ടല്ലേ? ഓക്കെ സെറ്റ്. ഹലോ, അപ്പോൾ നമ്മള് സെക്കൻഡ് ഡേ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഗ്രോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ട് ഉണ്ട്. ആ സ്പോട്ടിൽ അവിടെ ഇന്നലെ ചെയ്ത പോലെ തന്നെ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യാനുള്ളത്. അതിനൊപ്പം തന്നെ നമുക്കൊരു ലുക്ക് ഔട്ട് പോയിന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇനിയിപ്പോൾ പോണത്. ഇന്ന് നമ്മൾ 1-2 സ്പോട്ട്, ഒരു ഫെറിയൊക്കെ കയറിയിട്ട് നമ്മൾ ഒരു സ്പോട്ടിൽ ഒരു ഐലൻഡിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ട്രെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫെറി ടൈമും കാര്യങ്ങളൊക്കെ. സോ നമുക്ക് കാണാം. നമ്മൾ ഇന്നലെ പോയ ആ ഒരു ട്രയൽസും പിന്നെ ഇതും നല്ല മാറ്റമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ചെറിയ പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ പോലുള്ള ഒരു ട്രെക്കിംഗ് അല്ലേ. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഇത് കണ്ടല്ലേ? ഈ ഒരു വ്യൂ ഉണ്ടല്ലേ? നൈസായിട്ടുള്ളൊരു വ്യൂ ആണ്. ഈ ഒരു വ്യൂ ഒക്കെ പിടിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ആ സൈഡിലായിട്ട് ചെറിയ ലേക്കൊക്കെ ഉണ്ട്. ഗ്രോട്ടോ സ്പോട്ടിക്ക് നമ്മൾ ഇപ്പോൾ ആ ലുക്ക് ഔട്ട് പോയിന്റിക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതിന്റെ കൂടെ ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസത്തെ അതിന്റെ ലയൺസ് ഹെഡ് ഉണ്ടല്ലോ, ഈ പോയിന്റിലേക്ക് ഇപ്പോൾ പോകാനുള്ള കാനഡയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഫ്യൂച്ചറിൽ വരുമ്പോൾ ഈ ലയൺസ് ഹെഡ് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നമുക്ക് അവിടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ക്യാമ്പിംഗ് സ്പോട്ടും അതേപോലെ തന്നെ അവിടെ ഒരു ദിവസം അവിടെ ക്യാമ്പ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലയൺസ് ഹെഡിൽ പോകാനും ട്രയൽസിൽ പോകാനൊക്കെ ഉള്ള ഒരു ടോട്ടൽ ഒരു 1 ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സംഭവം ഉണ്ട്. അപ്പം മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ അവിടെ സ്പോട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടി പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രോട്ടോ സ്പോട്ടിലേക്ക് പോകാം. ഓക്കെ, എന്താ നടന്ന് ഫസ്റ്റ് ഒരു ചെറിയൊരു ലുക്കൗട്ട് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. മെയിൻ ലുക്കൗട്ട് പോയിന്റ് ഇതല്ല, ഫസ്റ്റ് ലുക്കൗട്ട് പോയിന്റാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. കുറേ ആൾക്കാർ ഇവിടെ ചാടി കുളിക്കുന്നുണ്ട്. യെസ് യെസ്, ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ വ്യൂ പോയിന്റുകൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രോട്ടോ ട്രയൽസിലെ മെയിൻ വ്യൂ പോയിന്റിലാണ് ഇനിയിപ്പോൾ നമ്മൾ പോണത്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ സ്പോട്ടിക്ക് ഏകദേശം എത്തി. യെസ്, ചിപ്പി നടക്ക കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. കുറേ ആൾക്കാർ സ്നോർക്കലിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ട് അവിടെ. യാസറേ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഇതാ അവിടെ ഒരു നിൽക്കണുണ്ടോ, ആ ഒരു ടോപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇതാ ഈ ഒരു വഴിയിലെത്തി. ഇവിടെ എത്തിയതിന് ശേഷം കാണുന്നൊരു വ്യൂ ആണിത്. ഇവിടെ ഒരു ഗുഹ പോലെയാണ്, ഗുഹയാണ്. അതെ, അതിൻ്റെ അടിയിൽ കണ്ടോ, അതിനുള്ളിൽ സ്നോക്കിലൊക്കെ ചെയ്തിട്ട് കുറേ ആൾക്കാരുണ്ടോ. അടിപൊളി. അഖിലേ, അപ്പോൾ നമ്മളിവിടുന്ന് തിരക്കാണ്. അപ്പോൾ ഇതാ ഇതിലെങ്ങനെ കയറണം. അഖില, എങ്ങനെയുണ്ട് അവസ്ഥ? എന്താ, സെറ്റാണോ? മേലക്ക് എത്തുമെന്നൊക്കെ എത്തിയേ പറ്റുള്ളൂ. എപ്പോൾ എത്തുമെന്ന് ചോദിക്കരുത് അല്ലേ. അപ്പോൾ നമ്മൾ ഗ്രോട്ടോ ആ ഒരു സ്പോട്ട് നമ്മൾ ഫുള്ള് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ അവിടെ മിസ് ചെയ്ത ഒരൊറ്റ കാര്യമുള്ളൂ. അവിടെ നമ്മൾ ഇറങ്ങി കുളിക്കാനോ കാര്യങ്ങൾ നിന്നിട്ടില്ല. കാരണം നമ്മൾ അതിൻ്റെ ഒരു മെയിൻ സ്പോട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ ഇവിടെ ഈ ഗ്രോട്ടോൻ്റെ ഈ ഒരു ട്രെക്കിംഗ് ലൊക്കേഷനും ആ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളും അവിടെയൊക്കെ നമ്മൾ ഒരു ഹോൾ ഡേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, വെള്ളത്തിൽ ചാടിയിട്ടൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ളത് അവിടെ ഉണ്ട്. സോ എന്ത് ചെയ്യുക, ഇവിടുത്തെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് പാർക്കിംഗ് ലോട്ട് ആദ്യം ബുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓൾ ഡേ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഫെറി കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലവർ പോട്ട് ഐലൻഡിലേക്കാണ് നമ്മൾ പോണത്. നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് സ്പോട്ടിൽ വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ പോവാണ്. ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ കുറച്ച് നടന്ന് പോയിട്ട് അവിടെയാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനുള്ളത്. നല്ല അടിപൊളി വ്യൂ ആണ് ഈ ഒരു ബോട്ടിൽ നിന്നിട്ട്. ബോട്ട് എടുത്തിട്ടില്ല, എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഷിപ്പ് മുങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗങ്ങളാണ് ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്യിപ്പിച്ചാണ് ഇങ്ങനെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്.
ഇതാണ് ഇപ്പൊ നമ്മളതിന്റെ തൊട്ടടുത്തെത്തി. ഈ ഒരു ഇതുണ്ടോ, ഒരു ഷിപ്പിന്റെ പാർട്സ് ആണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ ഭാഗങ്ങള്. സോറി. അങ്ങനെ ഫ്ലവർ പോട്ട് ഐലൻഡിന്റെ ഫസ്റ്റ് ഒരു വ്യൂ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഫെറി ഒന്ന് സ്ലോ ആക്കിയതാണ്. ഇത് കണ്ടില്ലേ, ഇവിടുന്ന് കുറച്ചും കൂടെ പോയിട്ടാണ് നമ്മളെ ഡോക്ക് വരുന്നത്. അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതേപോലെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തേക്ക് വന്നതാണിത്. എക്സൈറ്റഡ് അല്ലേ ഗൈസ്? എല്ലാവരും ഇവിടെ ഫെറി തിരിച്ചു പോകാനുള്ള കുറേ ആൾക്കാർ അവിടെ വെയിറ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാടിക്കുളിക്കാനായിട്ടുള്ള സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഫ്ലവർ ബോട്ടിൻ്റെ ഏറ്റവും അടുത്തു നിന്നുള്ള വ്യൂ. അപ്പോൾ നമ്മൾ ടോബർമുറി ടോട്ടൽ എക്സ്പ്ലോർ ചെയ്തു. ഒരു 2 ദിവസം എക്സ്പ്ലോർ ചെയ്ത ടോട്ടൽ വീഡിയോസാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടത്. എന്തായാലും നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ, ടോബർമുറി വിസിറ്റ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.